ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് തികച്ചും വ്യത്യസ്തമായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു അടിപൊളി ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 ഓറഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ വെളുത്ത നാരൊക്കെ കളഞ്ഞ് അല്ലി മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ഏലക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏലക്ക ചേർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഓറഞ്ച് ജ്യൂസിൽ ഏലക്ക ചേർക്കുമെന്ന്. അപ്പോൾ നമ്മളിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇനി നമുക്കിതിലേക്കുള്ള സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മിൽക്ക് മെയ്ഡാണ് എടുത്തിട്ടുള്ളത്. 2 വലിയ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ പഞ്ചസാര ചേർക്കണം. അതുകൊണ്ട് മുഴുവൻ മിൽക്ക് മെയ്ഡ് ചേർത്തുകൊണ്ട് മാത്രം മധുരം ഉണ്ടാവില്ല. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നല്ല തണുത്ത വെള്ളം 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി ബാക്കിയുള്ള 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുത്ത് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു ഓറഞ്ച് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ കുടിക്കണം കേട്ടോ, കാരണം നമ്മൾ ഇതിൻ്റെ കുരുവൊന്നും കളയാതെയാണല്ലോ അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയമൊക്കെ വെക്കുകയാണെങ്കിൽ കയ്പ്പ് രുചി വരും. പെട്ടെന്ന് തന്നെ കുടിക്കാൻ ശ്രദ്ധിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ. നമ്മളെപ്പോഴും ഒരുപോലെ തന്നെയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഒന്ന് മാറി ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്